എടുത്ത ഇതേ വ്യക്തി തന്നെയാണ് അന്ന് മടവൂർ വിഭാഗത്തിന്റെ ഈ വിമർശനത്തിന് മറുപടി നൽകിയതും. എന്താ പറയുന്നത്, പ്രാർത്ഥനയുടെ നിർവചനം മാറ്റിയെന്ന പുതിയ നിർവചനം ഉണ്ടാക്കിയെന്ന കാര്യമായിട്ട് മൂപ്പര് വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഇടക്കിടക്ക് മൂപ്പര് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി, എന്തോ പുതിയത് ഉണ്ടായിന്ന് മറ്റുള്ള കേൾക്കുന്ന കൗമ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ കേൾക്കുന്ന കൗമൻ എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യമുല്ലാക്ക് ഇടക്കിടക്ക് പറയേണ്ടത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി. ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയറായി നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കാര്യം അറിയാത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അശ്വനിമാർക്കും പഠിപ്പിച്ചു കൊടുക്കണം, ഇവർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതേതായാലും ഇദ്ദേഹം ഇടയ്ക്കെന്ന് പറയുന്നത് നിർവചനം മാറ്റിയ കഥ അതൊന്നും നിങ്ങൾ ക്ലിയറായി കേട്ടോളൂ. പക്ഷേ അശ്വനിയുടെ ചോദ്യം, നിങ്ങൾ നിർവചനം മാറ്റിയെന്ന വാദപ്രതിവാദത്തിന് വന്നിരുന്ന ടീം, ആ ടീം നിർവചനം മാറ്റി. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. ഇൻഷാ അല്ലാഹ് നിർവചനം നമ്മൾ കേൾപ്പിച്ചു തരാം. അവർ മാറ്റിയ നിർവചനം കേൾപ്പിച്ചരാന്ന്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കൽ, അതാണ് പ്രാർത്ഥന. അത് മുജാഹിദിൽ മാറ്റിയ നിർവചനമാണ് എന്ന്. അവസാനം സൃഷ്ടിയുടെ കഴിവിനപ്പുറം എന്ന പ്രയോഗം ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയതല്ല. കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ 1ാം പ്രസിഡന്റ് മുതൽ നമ്മുടെ പണ്ഡിതർ പ്രാമാണികമായ ഇതേ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് തെളിയിക്കുന്നത് കാണുക. അത് നമ്മൾ പിന്നെ കേൾപ്പിക്കുന്നു, മുയിലാരി കേൾപ്പിക്കണ്ട, ഞങ്ങൾ കേൾപ്പിച്ചരാ. എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? കെ എം മൗലവിയുടെ ഫത്വ. ഏത്? കെ എം മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ കെ എം മൗലവി. ആ കെ എം മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാദോറേ നടക്കണത്. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കണുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? കെ എം മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദുകൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാ ഇതിന്റെ 136-ാമത്തെ പേജ് കേട്ടോ. കെ എം മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തല്ല, യുവത പബ്ലിഷ് ചെയ്തത് CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. CP ഉമർ സുല്ലമി ആമുഖം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി കേട്ടോളൂ. അതായത് എഴുതി വെക്കണം. അതായത് അള്ളാഹുവിന്റെ ശക്തിയിൽ മാത്രമുള്ളതും സൃഷ്ടികളുടെ ശക്തിക്കപ്പുറത്തുള്ളതുമായ രക്ഷയോ സഹായമോ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ദുആ. എന്റെ ബ്രാക്കറ്റിൽ വളരെ അങ്ങേയറ്റമുള്ള താഴ്മയോടുകൂടിയുള്ള അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് പുതിയ നിർവചനമല്ല, KM മൗലവി എഴുതിയ നിർവചനം. ഇനി ആ നിർവചനം നിങ്ങൾക്ക് പറ്റൂലേ? എങ്കിൽ ഇത് പ്രാർത്ഥന തൗഹീദ്, യുവത തന്നെ ഇറക്കിയ ബുക്ക്, യുവത എഴുതിയ ബുക്ക്. പ്രാർത്ഥന തൗഹീദ് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ബുക്ക്. സഹോദര, ഇവിടെ വിശകലന വിധേയമായ വിഷയങ്ങൾ തൗഹീദുമായി മാത്രം ബന്ധപ്പെട്ടവയാണ്. ഇതിൽ ആശയമാറ്റം സംഭവിച്ചത് ആർക്കാണ് എന്നത് വളരെ വ്യക്തമാണ്. ചില വിഷയങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഷിർക്കിന്റെ പ്രചാരകരായ സമസ്തക്കാരുടെ നിലപാടിൽ നമ്മുടെ സഹോദരങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഷിർക്ക് ഉറുമ്പരിക്കും പോലെ അരിച്ചെത്തുമെന്നത് നാം മറക്കരുത്. മറ്റു ചില വിഷയങ്ങളിൽ മടവൂർ വിഭാഗം മുന്നോട്ടുവെച്ച ആശയത്തിലും എത്തിപ്പെട്ടിരിക്കുന്നു. ഇത്രയുമായപ്പോൾ അബ്ദുൽ സലാം സുല്ലമി ഒരു ഐക്യാഹ്വാനവും നടത്തി. ഇതാണ് പ്രശ്നത്തിന്റെ മർമ്മം. നമ്മൾ ഇങ്ങനെ ബാക്ടീരിയാക്കിയതല്ല. അതിപ്പോ KNM വിഭാഗം സമ്മതിച്ച് സുല്ലമി ഇന്ത്യയിലെ ബാക്ടീരിയാക്കിയതല്ല. ഇച്ചുപിടുക വലിയ വലിയ പണ്ഡിതന്മാരെ ഗവൺമെന്റ് ഒക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തണം. നിങ്ങൾ ചെയ്ത നല്ല പണിയാണ്. ഏത് കൊമ്പനാവട്ടെ തൗഹീദ് വിട്ടിട്ട് കളിച്ചാൽ അനുവദിക്കരുത്.
സുല്ലമിയാവട്ടെ, ഹുസൈൻ സലഫിയാവട്ടെ, ആരാട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവിയാവട്ടെ, പിടിച്ചാണ് കിട്ടുന്നത്. പക്ഷെ എന്തെങ്കിലും 10 കൊല്ലത്തോളം താങ്ങി നിന്നത് ഒക്കെ ഇപ്പൊ ആ ഭാഗത്തുപോലെ മുഴുവൻ എനിക്ക് എതിർത്തവരല്ലേ. പക്ഷെ ഇപ്പോഴെങ്കിലും കണ്ണ് തുറന്നത് ഞാക്കപ്പള കിട്ടാന്ന് അറിയില്ല. ഇപ്പോഴേലും കിട്ടിയോണ്ട് വന്നു. പക്ഷെ ഇനി നമ്മൾ ഭിന്നിച്ച് നിൽക്കണത് എന്തിനാ പാരെ? ഇനി നമുക്ക് ഐക്യട്ടാൻ എന്ത് തടസ്സമാണ്? ഇവരെങ്ങൾ പുറത്തു കിട്ടിയില്ലേ? അവരെങ്ങൾ വലിച്ചെറിഞ്ഞ ക്യാൻസർ കാല് വെട്ടിമാറ്റി. എത്ര വലിയ കുഷ്ഠരോഗം പിടിച്ച മഹാനാണ് കാലുകൾ വെട്ടി വലിച്ചെറിഞ്ഞ്. ഇനി അധികാര കസേരയ്ക്ക് വേണ്ടി നമ്മൾ തൗഹീദിന്റെ പ്രസ്ഥാനക്കാർ രണ്ടായിക്കണോ? അതോടെ TP അത് ഏറ്റെടുക്കാനും മറന്നില്ല. സേവയും ജിന്ന് ചികിത്സയും അതുപോലെ ജിന്നിനെ സഹായത്തിന് തേടുക എന്ന ശിർക്കൻ വാദവും ഇതെല്ലാം കൂടി കടന്നു വന്ന് അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇനി ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല. അവർക്ക് ആ ആദർശത്തെ കൈയൊഴിക്കാതെ തിരിച്ചു വരാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം, ഈ ആദർശത്തിന്റെ പേരിലൊന്നുമല്ല ഇപ്പോൾ ഇതിനെതിരിലുള്ള ചില കൂട്ടായ്മകൾ വന്നിട്ടുള്ളത്. അവരുടെ മുന്നിൽ ഞാൻ വിനയപൂർവ്വം സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ, വ്യക്തിപരമായ എന്തെങ്കിലും എതിർപ്പുകളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നടപടികളോട്, എന്തെങ്കിലും സമീപനങ്ങളോട് നിങ്ങൾക്ക് വിരോധമാണോ, എതിർപ്പുണ്ടായിട്ടുണ്ടോ എങ്കിൽ സംഘടനാ നേതൃത്വം നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭവും ഉപയോഗിക്കുവാനും ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് കൂട്ടായി പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ യാതൊരു സംശയവും വേണ്ട ഈ സംഘടന നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനം ചെയ്യുക. ഒരൊറ്റ കുട്ടി വ്യക്തിപരമായി, സംഘടനാപരമായി, അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമീപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘടനയാണ്. ആരുടെയും സ്വന്തമല്ല. ആരും ഈ ആദർശത്തെക്കാൾ വലിയ നേതൃത്വമൊന്നും ഇതിനില്ല. സാധാരണക്കാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വാക്ക് തരുന്നു. ഈ നമ്മുടെ ആസ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭങ്ങളിലും എന്തൊരു അഭിപ്രായ ഭിന്നതയാണെങ്കിലും അതൊക്കെ നമുക്ക് മറക്കാവുന്നത്, നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതിൽ സംഘടന എത്ര താഴോട്ട് വരണം, എന്ത് വിട്ടുവീഴ്ചക്കൊരുങ്ങണം, ആരധികാരത്തിൽ നിന്ന് പോകണം, ഈ കാര്യങ്ങൾക്കെല്ലാം സംഘടന തയ്യാറാണ് എന്നുകൂടി ഞാൻ ഇവിടെ പറയട്ടെ. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടായെങ്കിൽ ഇത് ഞാൻ വളരെ വിനീതനായ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, നേതൃത്വത്തിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറയാണ്. ഇത് ചിലർക്ക് ഐക്യപ്രതീക്ഷകളും സമ്മാനിക്കുന്നു. നിങ്ങൾ അവിടെ നിൽക്കുന്ന കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന വ്യതിയാനങ്ങളിൽ നിന്ന് ആ വ്യതിയാനം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്ന നിങ്ങൾ മാറിയെന്നപ്പോ കുറച്ചു ഭാഗം ആളുകൾ നേരെയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശപരമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സിഹിർ അടക്കമുള്ള, ജിന്ന് വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിശുദ്ധ ഖുർആന്റെയും പ്രവാചകത്തിന്റെയും നിലപാടിലേക്ക് അവരെന്നല്ല നിങ്ങൾ വന്നാൽ പോലും ഞങ്ങൾക്ക് പരസ്പരം കൂടിയിരിക്കുവാൻ പ്രയാസമുണ്ടാവില്ല. ജിന്ന്, സിഹിർ, ഹദീസുകളോടുള്ള സമീപനം തുടങ്ങി പല വിഷയങ്ങളിലും മടവൂർ വിഭാഗത്തിന്റെ പാളയത്തിലേക്കുള്ള യാത്ര സത്വരം നടന്നുകൊണ്ടിരിക്കുന്നു. വാദം തെളിയിക്കാൻ ആയത്തിന്റെ പകുതി മുറിച്ചു മാറ്റിയാണ് ചിലർ ഇത് ചെയ്യുന്നത് എന്നത് കൂടുതൽ വേദനാജനകമാണ്. അതുപോലെ സിഹിർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ രസാണ്. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹിറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സിഹിർ വെച്ചാ പോരാ കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ, നദി പോകും തലച്ചേക്കന്നെ. KV ഓതിയ ആയത്താണിത്. അദ്ദേഹം മുറിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ ആയത്തിന്റെ ബാക്കി ഭാഗം നോക്കൂ. ആയത്തിന് അമാനി മൗലവി നൽകിയ അർത്ഥം കാണുക. ഐക്യത്തെക്കുറിച്ച് ഈ 3 വ്യക്തികളുടെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് 10 വർഷം പിന്നിലേക്ക് വീണ്ടും യാത്ര നടത്തുകയാണ്.
കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണ 10 വർഷങ്ങൾ, കണ്ടാൽ ചിരിക്കാൻ മറന്ന കുറെ വർഷങ്ങൾ, പോലീസ്, കോടതി, ബഹളം, എന്തെല്ലാം നടന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം വെറുതെയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്ക് 10 കൊല്ലം കഴിയുമ്പോൾ ഇത്തരമൊരു ഫൈനൽ എപ്പിസോഡ് തന്നെയാണോ പ്ലാൻ ചെയ്യുന്നത്? അത് കാണാൻ ഇവിടെ ആരൊക്കെ ബാക്കിയാകും എന്നറിയില്ല. 2002 പിരിഞ്ഞ സഹോദരങ്ങളടക്കം എല്ലാവരും ഒന്നിക്കുക തന്നെയാണ് വേണ്ടത്, പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ശക്തി പകരാൻ. പക്ഷേ അത് തെറ്റുകൾ തിരുത്തിയ ഐക്യമാകണം. സ്ഥാനമാനങ്ങളും സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഓഹരിവെച്ച ഐക്യമല്ല. പ്രസ് കോൺഫറൻസുകളിൽ പറഞ്ഞു സുഖിക്കാൻ മാത്രമുള്ള ഐക്യമല്ല. സുഹൃത്തെ, ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 9. മുജാഹിദുകൾ പഠിപ്പിച്ച തൗഹീദ് മാറ്റിമറിച്ചവർ എത്തുന്നത് സമസ്തക്കാരുടെ നിലപാടിൽ. കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗത്തിൽ, അദൃശ്യ വഴിയിൽ നമ്മെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന വിശ്വാസമാണ് നമ്മുടെ തൗഹീദിന്റെ കാതൽ. ഇത് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച പിഴവാണ് കേരളത്തിലെ മുഴുവൻ യാഥാസ്ഥിതിക ഗ്രൂപ്പുകളെയും ഇത്രയും അധമമായ അവസ്ഥയിൽ എത്തിച്ചതിന്റെ പ്രധാനമായ കാരണം. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. അദൃശ്യമായ നിലയ്ക്ക് അള്ളാഹു അല്ലാത്തവർ സഹായിക്കും. അഭൗതിക കഴിവ് റബ്ബ് അല്ലാത്തവർക്കും ഉണ്ട് എന്ന് തെളിയിക്കാൻ ജിന്ന്, മലക്ക് എന്നിവകളുടെ കഴിവ് യാഥാസ്ഥിതിക പണ്ഡിതന്മാർ അഭൗതികമാക്കി അവതരിപ്പിച്ചു. പ്രസ്തുത കഴിവുകൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണെന്ന് വാദിച്ചു. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. എന്നാൽ ദുഃഖകരമായ ഒരു സത്യം, ഈ അടിസ്ഥാന വിഷയത്തിൽ സമസ്ത സ്വീകരിച്ച ആശയ അടിത്തറയിലേക്ക് മുജാഹിദുകളായി അറിയപ്പെടുന്ന ചില പണ്ഡിതർ എത്തിച്ചേർന്നു. നാഥ, നിന്നിൽ ശരണം. കാരണം ജിന്ന് അഭൗതിക കഴിവുള്ള സൃഷ്ടിയാണ് എന്ന സമസ്തയുടെ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇന്ന് ചിലർ അവതരിപ്പിക്കുന്നു. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. നോക്കൂ, സമസ്ത നേതാക്കളും ഇതുതന്നെയാണ് പറയുന്നത്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. തുടർന്ന് ജിന്നും മലക്കും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. നോക്കൂ, ഇതേ ആശയം ഇന്ന് ചിലർ അവതരിപ്പിക്കുന്നത് മുജാഹിദ് വേദികളിൽ നിന്നാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായദത്തം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ? ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? എന്നാൽ
ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമാണെന്ന് നിങ്ങളും പറഞ്ഞിട്ടില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. മനസ്സിലായോ? ഫൈസൽ മുസ്ലിയാര് ഭൗതികൊട്ട് കളിക്കാൻ നോക്കല്ലേ. ഈ നാട്ടിലുള്ള കുറെ കുട്ടികളെ തല ബടക്കാക്കിയിട്ട് അവസാനം കോഴിച്ചന സംവാദത്തിന് ഇരുന്നപ്പോ ഭൗതികം എന്ന് പറഞ്ഞ് കുഴപ്പത്തിലാക്കിയ മുസ്ലിയാര് അവിടെ എത്തിയപ്പോ പറയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള പോരെ. ഈ ചോദ്യത്തിന് അതേ സംവാദ വ്യവസ്ഥയിൽ തന്നെ വ്യക്തമായ മറുപടിയും നൽകപ്പെട്ടു. പിന്നെ CD കേട്ട പോലെ ഇതും കേട്ടെങ്കിൽ അതിന് പിന്നെ വിയോജിക്കാതെ നിവൃത്തില്ല. എന്റെ CD വിഷയമായി ഏത് കേട്ടാലും നിങ്ങൾ എഴുതിയ ആദ്യ വാചകത്തോട് വിയോജിക്കുന്ന ആളേ അല്ല എന്ന് എന്റെ CD നിന്ന് വളരെ വ്യക്തമാണ്. 3 CD പ്രധാനമായും ആ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഒന്ന് വേങ്ങലിൽ ഞാൻ നടത്തിയ ചത്തപോത്തും യാ ഇബാദല്ലയും എന്ന ഒരു CD, മറ്റൊന്ന് സൂപ്പർ ബസാറിൽ നടത്തിയ പുഴയിൽ വീണ അക്രാനികളും കരകയറ്റുന്ന സലഫികളും എന്ന CD, മൂന്നാമത് ഒദായിൽ നടത്തിയ പരസ്യമായ ഒരു മുഖാമുഖം പാത്ര തൗഹീദ് വിവാദങ്ങളും വസ്തുക്കളും എന്ന CD, ഇപ്പോൾ 4ാമത് കരിമ്പില CDയും ജിന്നുകോട് ഇസ്തിഗാസയോ എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് CD റബ്ബിന് തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും ഇറങ്ങും. അപ്പൊ ഏതായിരുന്നാലും ആ CDയിലെല്ലാം ആ 4 CDയിലും ഒരേപോലെ പറഞ്ഞ കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമെന്നോ അഭൗതികമെന്നോ ജിന്നിനെ കുറിച്ച് പ്രയോഗിക്കൽ തെറ്റല്ല, അത് ശരി തന്നെയാണ് എന്ന് ഈ 4 CDയിലും കാണാൻ കഴിയും. ഈ താങ്കൾ എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. നിസ്സംശയം മുജാഹിദുകൾ പറയുന്നു, ജിന്നിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാദമല്ല ഞങ്ങൾക്ക് എന്നതിന്റെ വ്യക്തമായ തെളിവ് സലഫിയും കൂട്ടരും ജിന്ന് അഭൗതികമാണെന്ന് പറയുന്നതോടൊപ്പം അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണ് എന്നുകൂടി വാദിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയൊരു വാദമില്ല. എന്നാൽ ശിർക്ക് ആരോപകർക്കിടയിലെ ഒരു പ്രമുഖൻ ചോദിക്കുന്ന ചോദ്യം നോക്കൂ. ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇവിടെ പറയുകയുണ്ടായി, മടവൂരികൾ പ്രചരിപ്പിച്ച ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന്. എന്റെ മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് ലഭിക്കുന്ന 5 ചോദ്യോത്തര സെഷനിലെങ്കിലും അതല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന ഉപസംഹാര സെഷനിലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിനതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തണം. ഇതാ നോക്കൂ അപ്രകാരം പറഞ്ഞ പണ്ഡിതനെ. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായവേട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിനെ എങ്ങനെ കേൾക്കാൻ കഴിയും? സുഹൃത്തെ, ഇസ്ലാഹിലെ വരികൾ ശിർക്കൻ വിശ്വാസമായി ചിത്രീകരിക്കുക എന്ന മിനിമം ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച് നടത്തിയ തിരിമറി ഇവരെ ഇപ്പോൾ എവിടെ എത്തിച്ചു എന്ന് ചിന്തിക്കുക. സുഹൃത്തെ, തെറ്റുകൾ തിരുത്തണമെങ്കിൽ നാം ഹൃദയം തുറന്ന് ചിരിക്കണം, പിണക്കം മറക്കണം, വിയോജിപ്പുകൾ വിഷയാധിഷ്ഠിതമാകണം. പ്രഭാഷണ വേദികളിൽ നിന്ന് കേൾക്കുന്നത് മാത്രമാകരുത് നമ്മുടെ പഠനശ്രമങ്ങൾ. സ്വയം പഠനത്തിന് തയ്യാറാകുക. കുതന്ത്രങ്ങൾ നമ്മെ അകറ്റരുത്. പിന്നെ സഹപ്രവർത്തകരോട് ആര് അധിക്ഷേപിച്ചാലും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും നമുക്ക് ഉറക്കെ പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മതി. ഈ കൊച്ചുവരികളും മങ്ങിയ കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു. തൗഹീദിനു വേണ്ടി ജീവിച്ച് അവസാനം മനസ്സിൽ ശിർക്ക് വെച്ച് മരിക്കാൻ ഇടവരരുത്. സുഹൃത്തെ, ഒരുപക്ഷെ താങ്കൾ പലരോടും പലതും പറഞ്ഞു. കയ്യേറ്റവും കശപിശകളുമുണ്ടായി. പറഞ്ഞത് കുറെ കൂടിപ്പോയി. നമുക്കെല്ലാം മറക്കാം, നിസ്സഹായനാവുന്ന നേരത്തിന് മുമ്പ്. അതെ, അവസാന ബെല്ലിന് മുമ്പ്. കാരണം ജ്വലിക്കുന്ന നരകം ഒരു സത്യമാണ്. മുനവച്ച വാക്കും കലാപ മനസ്സും വെടിഞ്ഞ് നമുക്കൊന്നിക്കാം. നോക്കൂ, അവിടെ അകലെ ഇരുളിൽ നിന്നുയരുന്ന നിശ്വാസം വെളിച്ചം കൊതിക്കുന്ന സുമനസ്സുകളുടേതാണ്. അവരെ നിരാശരാക്കരുത്. ഇല്ലാത്ത പൂച്ചയെ കൂരിരുട്ടിൽ തപ്പി നാം കാലം കഴിക്കരുത്. ഇത് ഒരു പ്രയാണമാണ്. മനുഷ്യഹൃദയങ്ങളുടെ കവാടങ്ങൾ തേടി.
മനുഷ്യൻ നിശ്ചയിച്ച അതിർവരമ്പുകൾ ഭേദിച്ച്. താങ്കൾക്കും അവസരമുണ്ട്. വരിക പ്രാർത്ഥനാപൂർവം.